വെൽക്കം ചേട്ടാ, വെൽക്കം. വെൽക്കം. സോ കോമഡി മസാലയുടെ ഒരു വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതെ അതെ, എനിക്കും വലിയ സന്തോഷത്തിലാണ് ഇങ്ങനൊരു വേദിയിൽ ഇവിടെ എത്തിച്ചേരാനും നോബി ചേട്ടനും അതുപോലെ ഉല്ലാസ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം ഇവർക്കുള്ളൊക്കെ പ്രോഗ്രാം ഞാൻ കണ്ടതേ ഉള്ളൂ, പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മുടെ പെർഫോമൻസിലേക്ക് കടന്നതിന് മുമ്പായിട്ട് ഇനി ചേട്ടന്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നിവാസ് ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിന്റെ നാടായ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അതെങ്ങനെ ജില്ലയാണ് അതെനിക്കറിയില്ല. ജില്ല കൊല്ലം ജില്ല. കൊല്ലം ജില്ല. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യുന്നു അപ്പം? ഞാൻ ഹോട്ടൽ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നു. കലയാണ്, മിമിക്രിയാണ് എൻ്റെ ജീവൻ. ശരി, അപ്പൊ എന്തായാലും ആ ഒരു ജീവനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ആദ്യം എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? ആദ്യം ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. ശരി. ആദ്യമായി നമുക്ക് മധുസാറിൻ്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. ഈ കോമഡി മസാല എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മധുസാറ് എത്തിയാൽ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം. ഏതായാലും ഞാനൊരു കാര്യം പറയാം. കോമഡി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. അതാണോ കോമഡി മസാല? വാട്ട് യു വാണ്ട്? എന്താടോ തൻ്റെ ആപ്പൻ പറയാൻ? ഞാൻ പോയിട്ട് പിന്നെ വരാടോ. അടുത്തയായി അബീക്കാടെ ഓർമ്മയ്ക്ക് വേണ്ടി, മരിച്ചുപോയ അബീക്കാടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ അമിതാഭ് ബച്ചൻ്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തയായി ഞാൻ ബിനു ചക്രവർത്തിയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും ബിനു ചക്രവർത്തിയുടെ ശബ്ദം ശ്രദ്ധിക്കുക. ஐயோ டேய், மாப்பிள்ளைன்னா எனக்கு ரொம்ப பிடிக்கும். ஆம்ப்லெட்டா ஆம்ப்ல சிங்கம் என்னம்மா. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിനു ചക്രവർത്തി ആയിരുന്നു. ബിനു ചക്രവർത്തി. ഇനി അടുത്തത് സാധാരണ ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ചിരിക്കാറുള്ള മാളയുടെ ശബ്ദം ഒന്ന് ചെയ്യാം. ശരി. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. അയ്യോ ചക്രവാടി ചിത്രവാടി. അയ്യോ ചേട്ടപ്പാരെ അരിയപ്പാരെ അരിയത്തിമാരെ. അത് കലക്കി. ഇനി ആരെങ്കിലും? ഇനി ലാലു അലക്സിന്റെ. ലാലു അലക്സ്. ഓർമ്മയുണ്ടോടാ മക്കളെ, പണ്ടൊരു കോട്ടയം പയ്യനെ കോട്ടയത്ത് കൊണ്ട് നിർത്തിയത് മനസ്സിലായോടാ? എന്തൊക്കെയുണ്ടാ മോനെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലാലക്സ് നന്നായിട്ട് തന്നെ ചേട്ടൻ ചെയ്തു. ഇനി അടുത്തത് ഏതെങ്കിലും സെലിബ്രിറ്റി? തൃപ്പൂണിത്തറ. സാധാരണ ഞാൻ പണ്ടൊക്കെ വേദികളിൽ വരുമ്പോൾ MS തൃപ്പൂണിത്തറയുടെ ശബ്ദമാണ്. അദ്ദേഹം ഒരു പാട്ട് പാടിയാൽ എങ്ങനെയൊന്ന് ശ്രദ്ധിക്കാം. ജനിച്ചപ്പോഴേ സംഗീതം പഠിച്ചാളാ. ഏതായാലും ഞാനിവിടെ വന്നപ്പോ ഒരു പാട്ട് പാടാം. എൻ്റെ അമ്മച്ചിയുടെ ജീവിക്കും കമ്മലും കളഞ്ഞു പോയി, കാട്ടോണ്ട് പോയി. ആരാണോ കേട്ടത്? ഞാൻ പോയിട്ട് പിന്നെ പറയണോ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നോബി ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നിവാസ് ചേട്ടൻ്റെ ഈ ഒരു പെർഫോമൻസ്? നിവാസ് ഖാൻ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. നിവാസ് ഖാൻ ഗംഭീരമാക്കി. കുളത്തപ്പുഴയൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അമ്പിളിയണ്ണനാണ് എൻ്റെ ആദ്യത്തെ ഗുരു. അതെയാ? അതെ, അമ്പിളിയണ്ണൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നിയാസിന്റെ സ്റ്റാറൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. എന്ത് ഹോട്ടൽ, ഏത് ഹോട്ടലിലാണ്? ഞാൻ ഇപ്പൊ നിലമേൽ രാജിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ അല്ലേ? രാജ് റെസിഡൻസി. അവിടെ വർക്ക് ചെയ്യണല്ലേ? പ്രോഗ്രാമിന് പോകാറുണ്ടോ? പ്രോഗ്രാമിന് സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്. ആരോടെ? ട്രൂപ്പിലുണ്ടോ? അങ്ങനല്ല, നമ്മുടെ പയ്യന്മാരുണ്ട്, പയ്യന്മാരോട് അങ്ങ് പോവാണ്. ആണല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്. കല്യാണം കഴിച്ചാ? കല്യാണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. അപ്പൊ ഉടനെ ഒരു കല്യാണം നടക്കട്ടെ. ഇനി ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. നിവാസ് ഖാൻ ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഞങ്ങൾ അന്വേഷിച്ചായിട്ടെന്ന് പറയണം. ഓക്കെ, താങ്ക് യു. അത് നോക്കിക്കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ. നിവാസ് ഖാൻ വിവാഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, അപ്പൊ ഈ ഉല്ലാസ് ചേട്ടന്റെ ശബ്ദം കേട്ടപ്പോഴേ ജയന്റെ ശബ്ദം ഒരു കേള് കെട്ടിക്കൽ ശബ്ദമാണ് ഓർമ്മ വരുന്നത്.
ജയൻ സാറിന്റെ ശബ്ദമായിട്ട് നല്ല സാമ്യമുള്ള ശബ്ദമാണ് നിവാസ് ഖാന്റെ. എന്താ ശബ്ദം അല്ലേ? അതെ, എന്താ ഇടി മുഴങ്ങുന്ന ഗാംഭീര്യം. പോലാണ്, ഇടി മുഴങ്ങുന്ന പോലാണ് ശബ്ദം. ഒരു ഡബിങ്ങിനൊക്കെ ശ്രമിച്ചു നോക്കരുത്. ഡബിങ് നോക്കുന്നുണ്ട്. എല്ലാം നോക്കുന്നുണ്ട്. എല്ലാത്തിന്റെ ലാസ്റ്റിൽ ഒരു ചിരിയുണ്ട്. നിവാസ് ഖാൻ ഒരു നിഷ്കളങ്കനായ ഒരു കലാകാരനാണ്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അല്ല, നിവാസ് ഖാന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിവാസ് ഖാൻ രക്ഷപ്പെടുന്നതോടൊപ്പം കൂട്ടുകാരൻ രക്ഷപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടല്ലേ? ആണാണ്. അല്ലേ? അതെ. ഗംഭീരമായിരുന്നു കേട്ടോ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ലാലു അലക്സ് സാറിന്റെ ശബ്ദമൊക്കെ എല്ലാവരും ആദ്യം തുടങ്ങുന്ന പേഴ്സണലായിട്ട് പറയാ അങ്ങനെ തുടങ്ങുന്നുള്ളൂ. പക്ഷെ ഇത് വേറൊരു വെറൈറ്റി, അതൊന്നും ഇല്ല, കുറച്ച് variety ആയിരുന്നു അല്ലേ? വെറൈറ്റി ശബ്ദമായിരുന്നു. പക്ക അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ലൈവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള അതേ ശബ്ദമാണ്. കറക്റ്റായിരുന്നു, എല്ലാം Thank എല്ലാം you. പക്കയായിരുന്നു. Thank അടിപൊളി. you so much, ഉല്ലാസ് കുളത്തൂപ്പുഴ ഇനിയും നിവാസ് ഖാന്റെ പേരിൽ അറിയപ്പെടും. താങ്ക് യു. Thank you so much, ഉല്ലാസ് ചേട്ടാ. എല്ലാം Thank you. ദൈവം കാണുന്നുണ്ട് നിവാസ് ഖാനെ. നിവാസ് ഖാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ നിവാസ് ഖാനെ എത്തിക്കാൻ നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അടിപൊളി. Thank you so much. So, അന്ന് എങ്ങനെയുണ്ടായിരുന്നു നിവാസ് ചേട്ടന്റെ ഈ ഒരു പെർഫോമൻസ്? നിവാസിക്ക പൊളിച്ചു. ഒന്നും പറയില്ല, ഇവരെല്ലാരും പറഞ്ഞല്ലോ. എനിക്ക് അതെ. ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ കറക്റ്റ് അത് തന്നെ ഞങ്ങളിങ്ങനെ ശരിക്കും ഇത്രയും പെർഫെക്ഷൻ, ഇത്രയും ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് ആദ്യം ഞാനാണ് കൈയടിച്ചു തുടങ്ങി, കാരണം എല്ലാം എനിക്ക് അപ്പം ഇതാ ചേട്ടനാണല്ലോ. ഭയങ്കര രസമാണ്. ലാൽ സാറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാം എനിക്ക് ഇഷ്ടമായി. അമിതാഭ് ബച്ചൻ്റെ ആ സ്റ്റൈല് ഇപ്പം പൊക്കവും എല്ലാം കൂടി പൊളിച്ചു. ഒരുപാട് ഉന്നതങ്ങളിൽ എത്തട്ടെ. Thank you so much, അല്ല. നിവാസ് ഖാൻ ഇത്രയും പൊക്കി പറഞ്ഞ കുട്ടിയുടെ പാട്ടിനെ കളിയാക്കി. അതെ, ജിമിക്കി കമ്മല്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാട്ട് ഒരുപാട് കേട്ട് മടുത്തു. അങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്ന് ആ ജിമിക്കും കമ്പലും അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങ് ചെയ്തേ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.